ഒരു വരവ് കൂടി പുള്ളി വരേണ്ടി വരും. ഒരു ഡൈ ഹാർഡ് സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷേ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള സൂര്യനായകനായിട്ടുള്ള റെട്രോ എന്ന് റിലീസ് ചെയ്തു, പോയി കണ്ടു. ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം റെട്രോനെ. അതായത് ഒരു ഫാൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ തിയേറ്ററിക്കലിൽ പോയിട്ട് നമുക്ക് അർമാദിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയല്ല. കാർത്തിക് സുബ്രാജിന്റെ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു സ്റ്റൈല് എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവല്ലോ. അത് തന്നെയാണ് സിനിമ ഡെലിവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ എപ്പോഴത്തെയും പോലെ നമ്മളുടെ പ്രതീക്ഷയുടെ അമിതഭാരമാണ് സിനിമയ്ക്ക് വിനയായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് സൂര്യയുടെ ഒരു റിഡംഷൻ അല്ലെങ്കിൽ റിസറക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന സമയത്ത് പടം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള ഒരു പടമല്ല. ഓക്കെ, ആക്ഷൻ ഉണ്ട്, ലവ് ഉണ്ട്, കോമഡി ഉണ്ട് എന്ന് പറയില്ല, ലാഫ്, ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, ലവ്, ലാഫ്റ്റർ ആൻഡ് വാർ. ആ ഒരു 3 ചാപ്റ്റർ ആയിട്ടാണ് സിനിമയുടെ കഥ വരുന്നത്. അപ്പം ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു റെട്രോ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു കാലഘട്ടം 80s 60s ആ ഒരു സംഭവത്തിലുള്ള ഒരു കാലഘട്ടമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽസും മേക്കിങ്ങും ബാക്കിയുള്ള ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. മ്യൂസിക്കും എല്ലാം കിഡിലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലവിൽ കഥ തുടങ്ങി, അത് കിഡ് സംഭവം, അല്ലെങ്കിൽ ഓക്കെ നമുക്കൊരു ആവറേജ് ഫീൽ ചെയ്യുന്ന സംഭവം. അതിനുശേഷം ലാഫ്റ്ററിലേക്ക് പോയി, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും ഓക്കെ നമ്മൾ ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാർ, ഇതിൽ ഫസ്റ്റ് തുടക്കത്തിലെ ആ ഒരു ഇൻട്രോ കഴിഞ്ഞ് കിഡിലൻ ഇൻട്രോ, നല്ല രീതിയിലുള്ള ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അതൊക്കെ ഫാൻസിനെ ആഘോഷിക്കാനുള്ള രീതിയിലുള്ള ഇൻട്രോ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പാട്ട് ഒരു സിംഗിൾ ടേക്കിൽ ആ ഒരു കിഡിലൻ പോലെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് ഓക്കെ വാ വാ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം ആ ഒരു സിംഗിൾ ഷോട്ടിലുണ്ട്. അതിൽ ഒരു ഡാൻസ് കംപ്ലീറ്റ് വരുന്നുണ്ട്, ഒരു പാട്ട് വരുന്നുണ്ട്, അതിനുശേഷം ഫൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10-12 മിനിറ്റൊക്കെ ഡ്യൂറേഷൻ വരുന്ന ഒരു സിംഗിൾ ടേക്കിൽ വരുന്ന സമയത്ത് ഓക്കെ നമുക്ക് സ്റ്റിച്ചിങ് നമുക്ക് എവിടെ ഫീൽ ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു മോക്കപ്പ്, ആ ഒരു ട്രാൻസിഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ കിഡിലൻ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് അവർ. അത് കിഡ് സാധനം അതല്ല, നല്ല രീതിയിൽ തുടങ്ങി, നല്ല ബിൽഡപ്പ്, നല്ല കിഡിലൻ സംഭവത്തിൽ തുടങ്ങി ഇന്റർവെല്ലിൽ വരെ കിഡ് സാധനം. ഇന്റർവെല്ലിന് അവർ കൊടുത്തിട്ടുള്ള പഞ്ചും കിഡിലൻ സ്റ്റേജിങ് ആണ്. അതായത് സെക്കൻഡ് ഹാഫിലേക്ക് ഒക്കെ ആ വാർ എന്ന് പറയുന്ന സംഭവത്തിലേക്കുള്ള സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന ഇന്റർവെല്ലാണ്. അത് കിഡിലൻ പഞ്ച് പോലെ കിഡിലൻ നല്ല രീതിയിൽ ആ പഞ്ച് വന്നിട്ടുണ്ട്. ലാഫ്റ്റർ എന്ന് പറയുന്ന സെക്ഷനിലാണ് ജയറാമിന്റെ സംഭവമൊക്കെ വരുന്നത്. അതായത് ഓക്കെ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ, നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷമാണ് പടം ഡൗൺ ആയതെന്ന് ഞാൻ പറയും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എൻഡ് പഞ്ച്, അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ വരും എന്തെങ്കിലുമൊക്കെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, ഒന്നും വരില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സൂര്യ ഡൈഹാർഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഒരു സിനി ഫൈൽ എന്നുള്ള രീതിയിൽ, ഓക്കെ ഒരു സിനിമയുടെ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. പുള്ളിക്ക് ഞാൻ പറയട്ടെ, സൂര്യക്ക് ഇപ്പം മിസ് ചെയ്യുന്നത് കിഡിലം പോലത്തെ ഒരു ഫാൻ ബോയ് ഡയറക്ടറാണ്. വിജയ്ക്ക് അറ്റ്ലി മർസലും തെറിയൊക്കെ കൊടുത്ത പോലെ, ഇപ്പം ലാസ്റ്റ് നമ്മളിപ്പം പറയുന്നുണ്ടെങ്കിൽ അജിത്തിന് നമ്മളുടെ ഗുഡ് ബാഡ് അഗ്ലി കൊടുത്തതുപോലെ അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ പുള്ളിൻ്റെ അടുത്ത് നമുക്ക് വേണ്ടത്. പുള്ളി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എത്രത്തോളം ഫേമസ് ആണ്, എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ്, ഒരു ഡെഡിക്കേഷൻ എത്രത്തോളം ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഓക്കെ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിലൊരു കിഡിലം പോലെയുള്ളൊരു ആക്ഷൻസ് വേണം, അത് നല്ല രീതിയിൽ മേക്ക് ചെയ്യാനുള്ളൊരു സംഭവമാണ്. അത് തിയേറ്ററിക്കലി മേക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മേക്ക് ചെയ്യില്ലേ, ആ രീതിയിലുള്ളൊരു സംഭവം. അങ്ങനത്തെ ഒരു സിനിമയാണ് പുള്ളിക്ക് തിരിച്ചു വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. ബാക്കി സിനിമയിലേക്ക് വരുന്ന സമയത്ത് കാസ്റ്റിങ്ങിന്റെ കേസിൽ, ആക്ടിങ്ങിന്റെ കേസിൽ, പിന്നെ പെർഫോമൻസിന്റെ കേസിൽ, മ്യൂസിക്കിന്റെ കേസിൽ, ആർട്ട് ഒക്കെ കിട്ടുവാണ്. സിനിമാറ്റോഗ്രഫി ആയാലും വിഷ്വൽസ് ആയാലും ഒക്കെ പക്ക സാധനം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ ആ വൈബ്, റെട്രോ വൈബ് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മ്യൂസിക്കിന്റെ കേസിൽ ഒരു രീതിയിൽ എനിക്കൊരു ഓക്കെ ഡൗൺ ആയിട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ആ ഒരു വൈബ് ഒരു നമുക്ക് പറയാൻ പറ്റില്ല, ഒരു എസ്തെറ്റിക് ഫീലാണ്. നെയ്തർ ഈ സിനിമ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് റിവ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ്. പൂജ ഹെഗ്ഡെ എന്ന് പറഞ്ഞ നായികക്ക് പെർഫോം ചെയ്യാനുള്ള കിഡിലം പോലത്തെ ഒരു സീന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് 100% സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് വരുന്നില്ല, ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി വരട്ടെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം. നല്ലൊരു സീൻ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അതായത് അതിനൊരു സ്പേസ് പുള്ളി കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഞാൻ പറഞ്ഞ പോലെ 100% സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എലവേഷൻ അല്ല സൂര്യക്ക് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എലവേറ്റിംഗ് എൻഡ് പഞ്ചോടുകൂടി അല്ല സിനിമ അവസാനിക്കുന്നത്. കാർത്തിക് സുബ്രാജ് പടം എന്നുള്ള രീതിയിലാണ് സിനിമ തീരുന്നത്. അതായത് ഞാൻ 50% സാറ്റിസ്ഫൈഡ് ആണ്. ഇന്റർവെല്ലിൽ വരെ കിഡിലൻ നല്ല രീതിയിൽ
കിട്ടില്ല എക്സ്പെക്ടേഷൻസിൽ പോയതിന്റെ ഒരു 90% നമുക്ക് കിട്ടി. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ബൂം 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 ബൂം, അവസാനം പിന്നെ എന്തെന്ന് ഡിവൈനിറ്റി ഒക്കെ കൊണ്ടുവന്ന് ആ കഥയുടെ ട്രാക്കെ അവർ മാറ്റിക്കളഞ്ഞു. അതുപോലെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അതുപോലെ ഒരു കോമഡി അല്ല, ഉങ്ക സ്മൈൽ ക്യൂട്ടർക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് പടം നിന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എൻഡ് പഞ്ചോട് കൂടിയല്ല സിനിമ അവസാനിക്കുന്നത്. ഒരു ക്ലൈമാക്സിൽ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു ആ ഒരു വാർ എന്നുള്ള രീതിയിലൊരു ടാഗ് ലൈനിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാത്ത പോലെയാണ് സിനിമ അവസാനിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതാണ് പറഞ്ഞത്, ബാക്കിയുള്ള 2 പോർഷൻ നല്ല രീതിയിൽ ചെയ്ത് വന്നു. ആ വാർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വന്നപ്പോൾ നമ്മളൊരു ബ്ലഡ് ബാത്ത് എന്നല്ല പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ഒരു നായകൻ്റെ ഒരു എലവേഷൻ എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് കിട്ടാത്ത സംഭവം. സൂര്യയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കാസ്റ്റിംഗ് വന്നിട്ട് അയ്യോ, അതൊക്കെ ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. ഒട്ടും കെമിസ്ട്രി വർക്കൗട്ട് ആവാത്തൊരു കാസ്റ്റായിട്ട് അമ്മേനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ മലയാളത്തിലൊരു നായിക അല്ല, മലയാളത്തിലൊരു ആക്ട്രസ്സാണ്. അത് അങ്ങനെയൊക്കെ ഒരു ഡൈജസ്റ്റേഷൻ നമുക്ക് കിട്ടുന്നില്ല, സൂര്യയുടെ ഒക്കെ അമ്മയായിട്ട് കാണാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, പുള്ളി ഒരു വരവ് കൂടി വരേണ്ടി വരും. കൂടുതലായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതെ പോവുക. ആ രീതിയിലുള്ള ഒരു എലവേഷനോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു പാട്ടുണ്ടല്ലോ, ദവാണെന്നല്ല സിദ്ധ് ശ്രീറാം പാടിയിട്ടുള്ള ഒരു പാട്ട്, അതിൻ്റെയൊക്കെ കിട്ടില്ല, കറക്റ്റ് പ്ലേസ്മെന്റ് ആണ്. പക്ഷെ നമ്മൾക്ക് കിട്ടണില്ലടേ. നമുക്കിങ്ങനെ താ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ തോന്നും, പക്ഷെ വന്നില്ല, കിട്ടിയില്ല, ഒത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഗൈസ്. ഓക്കെ.